ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇവിടെ 2 ക്യാപ്സിക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 2 ക്യാപ്സിക്കത്തിൻ്റെ ആ ഞെട്ടൊന്ന് അടർത്തി മാറ്റി നെടുകെ മുറിച്ച് അത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 2 എണ്ണം നമ്മൾ നെടുകെ മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ആ ഒരു അരിയൊക്കെ ഒന്ന് നീക്കി കൊടുക്കണം ആദ്യം. അതിൻ്റെ 4 എണ്ണത്തിൻ്റെ ആ ഒരു അരിയൊക്കെ ഒന്ന് നീക്കി കൊടുത്ത ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ ദേ ഇവിടെ മുഴുവൻ ക്യാപ്സിക്കവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് എടുക്കുകയാണ് വേണ്ടത്. ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചും കൂടി ആവശ്യമുണ്ട്. അതും കൂടി ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയ ശേഷമാണ് വറ്റൽമുളകും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഉള്ളിയുടെയൊക്കെ കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് വേകുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ദേ ഇവിടെ ക്യാപ്സിക്കം ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയം ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം വാങ്ങിക്കഴിയുമ്പോഴേക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുതേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.